പ്രകൃതി സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര സംഘടന IUCN നിർവചിച്ച പ്രകാരം പ്രകൃതി ആധാരമായ പരിഹാരങ്ങൾ എന്നാൽ പ്രകൃതിദത്തവും പരിഷ്കരിച്ചതുമായ ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കുന്നതിനും സുസ്ഥിരമായി കൈകാര്യം ചെയ്യുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ്. ഇത് സാമൂഹിക വെല്ലുവിളികളെ ഫലപ്രദമായും അനുയോജ്യമായ രീതിയിലും അഭിമുഖീകരിക്കുകയും അതുവഴി മനുഷ്യന്റെ ക്ഷേമവും ജൈവ വൈവിധ്യത്തിന്റെ പ്രയോജനങ്ങളും ഒരുപോലെ ഉറപ്പാക്കുകയും ചെയ്യുന്നു. 2020 IUCN പ്രകൃതി ആധാരമായ പരിഹാരങ്ങൾക്കായി അതിൻ്റെ ആഗോള മാനദണ്ഡം പുറത്തിറക്കി. ഇത് വിവിധ മേഖലകളിലും ഭൂപ്രദേശങ്ങളിലും പ്രകൃതി ആധാരമായ പരിഹാരങ്ങളുടെ സ്ഥിരവും വിശ്വസനീയവുമായ പ്രയോഗത്തിനായി ശക്തവും തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ളതുമായ ഒരു ചട്ടക്കൂട് നൽകുന്നതിനുള്ള പ്രവർത്തന രൂപരേഖയാണ്. IUCNന്റെ പ്രകൃതി ആധാരമായ പരിഹാരങ്ങൾക്കായുള്ള ആഗോള മാനദണ്ഡം പ്രകൃതിദത്തവും മനുഷ്യൻ മാറ്റം വരുത്തിയതുമായ ആവാസ വ്യവസ്ഥകളിൽ പ്രവർത്തിക്കുന്ന വിവിധ മേഖലകളിലെയും വിഷയങ്ങളിലെയും ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളിലെയും പങ്കാളികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. പ്രാദേശികമായ ഇടപെടലുകൾ മുതൽ വലിയ തോതിലുള്ള ഭൂപ്രദേശാധിഷ്ഠിത സംരംഭങ്ങൾ വരെ വിവിധ തലങ്ങളിൽ പ്രകൃതി ആധാരമായ പരിഹാരങ്ങൾ പ്രയോഗിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നു. ഫലപ്രദവും സുസ്ഥിരവുമായ ഫലങ്ങൾക്കായി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിവിധ മേഖലകൾ തമ്മിലുള്ള സഹകരണത്തിന്റെ പ്രാധാന്യം ഇത് എടുത്തുകാണിക്കുന്നു. IUCN ആഗോള മാനദണ്ഡത്തിൽ 8 അളവുകോലുകളും 28 സൂചകങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രകൃതി ആധാരമായ പരിഹാരങ്ങളുടെ രൂപകൽപ്പനയും നടത്തിപ്പും പാരിസ്ഥിതികമായി ഉചിതവും സാമൂഹികമായി പ്രയോജനകരവും സാമ്പത്തികമായി ലാഭകരവുമാക്കാൻ ആവശ്യമായ ഘടകങ്ങളെയാണ് ഈ അളവുകോലുകൾ പ്രതിനിധീകരിക്കുന്നത്. അളവുകോലുകൾക്കിടയിൽ ഒരു ക്രമനിഷ്ഠയുമില്ല. അവയ്ക്ക് തുല്യമായ സ്ഥാനവും സാധുതയും പ്രാമാണ്യവുമുണ്ട്. അളവുകോൽ 1 പ്രതിപാദിക്കുന്നത് പ്രകൃതി ആധാരമായ പരിഹാരങ്ങൾ എങ്ങനെ സാമൂഹിക വെല്ലുവിളികളെ ഫലപ്രദമായി അഭിസംബോധന ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ്. കാലാവസ്ഥാ വ്യതിയാനം, ദുരന്ത സാധ്യത, ജൈവ വൈവിധ്യ നഷ്ടം, ആവാസ വ്യവസ്ഥയുടെ തകർച്ച, സുസ്ഥിരമല്ലാത്ത വിഭവ ഉപയോഗവും മലിനീകരണവും, ഭക്ഷ്യസുരക്ഷ, ജലസുരക്ഷ, മനുഷ്യാരോഗ്യം, സാമൂഹികവും സാമ്പത്തികവുമായ വികസനം തുടങ്ങിയവയെല്ലാം ഈ വെല്ലുവിളികളിൽ ഉൾപ്പെടുന്നു. പ്രകൃതി ആധാരമായ പരിഹാരങ്ങൾ പാരിസ്ഥിതിക, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക വ്യവസ്ഥകളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതിനെക്കുറിച്ചാണ് അളവുകോൽ 2 പ്രതിപാദിക്കുന്നത്. പ്രകൃതി ആധാരമായ പരിഹാരങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന പാരിസ്ഥിതിക, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക വ്യവസ്ഥകളിലെ സങ്കീർണതയും അനിശ്ചിതത്വവും തിരിച്ചറിയുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുകയാണ് ഈ അളവുകോലിന്റെ ലക്ഷ്യം. അളവുകോൽ 3 പ്രതിപാദിക്കുന്നത് പ്രകൃതി ആധാരമായ പരിഹാരങ്ങൾ എങ്ങനെ ജൈവ വൈവിധ്യത്തിന്റെ അവസ്ഥയും ഗുണപരമായ മാറ്റത്തിനും പരസ്പര ബന്ധം ഉൾപ്പെടെയുള്ള മെച്ചപ്പെട്ട ആവാസ വ്യവസ്ഥയുടെ സമഗ്രതയ്ക്കും കാരണമാകുന്നു എന്നതിനെക്കുറിച്ചാണ്. സാമൂഹിക വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിലും മനുഷ്യന്റെ ക്ഷേമത്തെ പിന്തുണയ്ക്കുന്നതിലും ജൈവ വൈവിധ്യവും ആവാസ വ്യവസ്ഥയും വഹിക്കുന്ന അടിസ്ഥാനപരമായ പങ്ക് തിരിച്ചറിയുന്നത് പ്രകൃതി ആധാരമായ പരിഹാരങ്ങളുടെ നിർവചനത്തിന്റെ ആണിക്കല്ലാണ്. അളവുകോൽ 4 പ്രതിപാദിക്കുന്നത് പ്രകൃതി ആധാരമായ പരിഹാരങ്ങൾ സാമ്പത്തികമായി പ്രായോഗികവും ധനപരമായി ന്യായീകരിക്കാവുന്നതും ആകുന്നതിനെക്കുറിച്ചാണ്. സുസ്ഥിരവും വിപുലീകരിക്കാവുന്നതും ആകണമെങ്കിൽ പ്രകൃതി ആധാരമായ പരിഹാരങ്ങൾ സാമ്പത്തികമായി പ്രായോഗികവും ധനപരമായി ന്യായീകരിക്കാവുന്നതും ആയിരിക്കണം. സാമ്പത്തിക പ്രായോഗികത എന്നത് ഒരു ഇടപെടലിന് ആവശ്യമായ നിക്ഷേപം ആകർഷിക്കുന്നതിനും കാലക്രമേണ എല്ലാ ചെലവുകളും വഹിക്കാൻ ആവശ്യമായ വരുമാനം ഉണ്ടാക്കുന്നതിനുമുള്ള കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. അളവുകോൽ 5 പ്രതിപാദിക്കുന്നത് പ്രകൃതി ആധാരമായ പരിഹാരങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുതാര്യവും ശാക്തീകരിക്കുന്നതുമായ ഭരണ പ്രക്രിയകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നതിനെക്കുറിച്ചാണ്. ഈ അളവുകോൽ അനുസരിച്ച് പ്രകൃതി ആധാരമായ പരിഹാരങ്ങളുടെ ഇടപെടൽ കാരണം പ്രത്യക്ഷമായോ പരോക്ഷമായോ ബാധിക്കപ്പെടുന്ന പങ്കാളികളെയും അവകാശികളെയും
അതായത് തദ്ദേശീയ ജനങ്ങൾ, പ്രാദേശിക സമൂഹങ്ങൾ, ദുർബല വിഭാഗങ്ങൾ എന്നിവരുൾപ്പെടെയുള്ളവരെ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ഉൾപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. കൂടാതെ തീരുമാനമെടുക്കുന്ന പ്രക്രിയകളിൽ എല്ലാ തലങ്ങളിലും പ്രകൃതി അധിഷ്ഠിത പരിഹാരത്തിൻ്റെ മുഴുവൻ കാലയളവിലും ഇവരെ ഉൾപ്പെടുത്തണം. ഏതൊരു പദ്ധതിയും നടപ്പിലാക്കുന്നതിനു മുൻപുള്ള അവരുടെ സ്വതന്ത്രവും മുൻകൂട്ടിയുള്ളതും അറിവോട് കൂടിയതുമായ സമ്മതത്തിനുള്ള അവകാശം ഉൾപ്പെടെയുള്ള അവരുടെ കൂട്ടായ അവകാശങ്ങളെ പ്രകൃതി ആധാരമായ പരിഹാരങ്ങൾ മാനിക്കണം. അളവുകോൽ 6 പ്രതിപാദിക്കുന്നത് പ്രകൃതി ആധാരമായ പരിഹാരങ്ങൾ അവയുടെ പ്രാഥമിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനെയും ഒന്നിലധികം നേട്ടങ്ങൾ തുടർന്നും നൽകുന്നതിലുള്ള ഉദ്ദേശിച്ചതും അല്ലാത്തതുമായ പ്രത്യാഘാതങ്ങളെയും തുല്യമായി പൊരുത്തപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെക്കുറിച്ചാണ്. പ്രകൃതി ആധാരമായ പരിഹാരങ്ങൾക്ക് ഒന്നിലധികം നേട്ടങ്ങൾ നൽകാൻ കഴിയും. എന്നിരുന്നാലും പലപ്പോഴും ഒരു പ്രദേശത്തിനോ ഒരു പ്രത്യേക പങ്കാളി കൂട്ടത്തിനോ ലഭിക്കുന്ന നേട്ടങ്ങൾ മറ്റൊരു പ്രദേശത്തിൻ്റെയോ കൂട്ടത്തിൻ്റെയോ നഷ്ടത്തിൽ സംഭവിക്കുന്നതാണ്. അളവുകോൽ 7 പ്രതിപാദിക്കുന്നത് പ്രകൃതി ആധാരമായ പരിഹാരങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുരൂപമായി കൈകാര്യം ചെയ്യപ്പെടുന്നതിനെ കുറിച്ചാണ്. ഇതിനർത്ഥം ആവാസ വ്യവസ്ഥകൾക്ക് കൂടുതൽ അതിജീവന ശേഷിയുണ്ട്. അത് അപ്രതീക്ഷിതമായ സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക അല്ലെങ്കിൽ കാലാവസ്ഥാ സംഭവങ്ങളോട് പ്രതികരിക്കാൻ വിപുലമായ അവസരങ്ങൾ നൽകുന്നു. ശാസ്ത്രീയമായ ധാരണകളും അതുപോലെ തദ്ദേശീയവും പരമ്പരാഗതവും പ്രാദേശികവുമായ അറിവുകളും ഉൾക്കൊണ്ട് പതിവായ നിരീക്ഷണത്തിലൂടെയും വിലയിരുത്തലിലൂടെയും ലഭിക്കുന്ന തെളിവുകളാണ് അനുരൂപമായ മാനേജ്മെന്റിന്റെ അടിസ്ഥാനം. അളവുകോൽ 8 പ്രതിപാദിക്കുന്നത് പ്രകൃതി ആധാരമായ പരിഹാരങ്ങൾ, അവയുടെ നടപ്പാക്കൽ, സുസ്ഥിരത, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരൽ എന്നിവയ്ക്കുള്ള സഹായകമായ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് എങ്ങനെ സംഭാവന ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ്. പ്രകൃതി ആധാരമായ പരിഹാരങ്ങൾ അവയുടെ ദീർഘകാല സുസ്ഥിരതയും മുഖ്യധാരയിൽ എത്തിക്കുന്നതും ലക്ഷ്യമിട്ട് രൂപകൽപ്പന ചെയ്യുകയും കൈകാര്യം ചെയ്യുകയും നടപ്പിലാക്കുകയും വേണം. ഇതിൽ വിപുലീകരണം, നയപരമായോ പരിപാടിയിലോ മുഖ്യധാരയിൽ എത്തിക്കൽ, വ്യാപിപ്പിക്കൽ, ഭൂമിശാസ്ത്രപരമായോ മേഖലാപരമായോ വികസിപ്പിക്കൽ അല്ലെങ്കിൽ തനിപ്പകർപ്പ് ഉണ്ടാക്കൽ എന്നിവ ഉൾപ്പെടുന്നു. സുരക്ഷിതമായ ഭൂപരിപാലനം അല്ലെങ്കിൽ ഉചിതമായ ഭൂപരിപാലന ആസൂത്രണം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്ഥാപനപരമായ സംവിധാനങ്ങളും ഭരണവും, സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ, നഷ്ടസാധ്യത പങ്കുവെക്കൽ, സാമൂഹിക നീതി, പങ്കാളികളുടെ പങ്കാളിത്തം, മറ്റ് വ്യവസ്ഥാപരമായ സഹായങ്ങൾ തുടങ്ങിയ ചില സഹായകമായ സാഹചര്യങ്ങൾ നിലവിലുണ്ടെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ.